പശ്ചിമേഷ്യൻ സാഹചര്യം എന്താണ് എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡിൽ താൽക്കാലിക സമാധാന കരാർ രൂപം കൊണ്ടതിന്റെ ആശ്വാസത്തിലാണ് ലോകം. കപ്പലുകൾ ഹോർമുസ് കടന്നതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡിന്റെ വില യുദ്ധം തുടങ്ങും മുൻപുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തേക്കുള്ള 30 കപ്പലുകൾ ഹോർമുസ് കടന്നു. 24 കപ്പലുകൾ കാത്തിരിപ്പിലുമാണ്. കൂടുതൽ കപ്പലെത്തുന്നതോടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ മാത്രം കാര്യമല്ല, ലോകത്താകെ ആ രീതിയിലുള്ള ഒരു സമാധാനം നിലനിൽക്കുകയാണ്. പ്രതീക്ഷ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊക്കെ കരകയറാം എന്ന പ്രതീക്ഷ. എന്നാൽ ഈ സമാധാന കരാർ മുന്നോട്ടു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി കരാർ പാലിക്കുന്നു എന്ന് ഇരു രാഷ്ട്രങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട്. ഇനിയുള്ള ഘട്ടം വളരെ പ്രധാനവും ഏറ്റവും നിർണായകവുമാണ്. ഏറ്റവും തർക്ക വിഷയങ്ങളായ ഹോർമുസും ആണവ വിഷയവും പരിഹരിക്കുകയാണ് ഇനിയുള്ള വെല്ലുവിളി. അതിനുള്ള സമയമാണിനി. ഇതിൽ ഇപ്പോഴും അമേരിക്കയും ഇറാനും തമ്മിൽ വാക്പോര് നടക്കുന്നതാണ് പക്ഷെ നമ്മൾ കാണുന്നത്. അത് ഈ സമാധാന കരാറിന്റെ ആയുസ്സിന് വെല്ലുവിളിയാകുമോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ തർക്കം പ്രധാനമായും ഹോർമുസുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഹോർമുസിൽ ഒരു പുതിയ സമുദ്ര ഭരണ സംവിധാനം നിലവിൽ വരികയാണെന്നും അവിടെ നിയന്ത്രണവും പരമാധികാരവും കൂടുതൽ വ്യാപിപ്പിക്കുമെന്നുമാണ് ഇറാൻ വാദിച്ചു വരുന്നത്. അന്തിമ കരാറുണ്ടായാലും ചില ഫീസുകൾ ഈടാക്കുമെന്ന നിലപാടാണ് ഇറാന് ഈ വിഷയത്തിലുള്ളത്. ടോൾ എന്നതൊക്കെ മാറ്റി ഇറാൻ അതിനെ സർവീസ് ഫീസ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ടോൾ ഫീസ് എന്ന ആശയത്തിൽ നിന്ന് നാവിഗേഷൻ, സുരക്ഷ, സമുദ്ര സേവനങ്ങൾ എന്നിവയ്ക്കുള്ള സേവന ഫീസ് ഈടാക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ ഇറാൻ അതിനെ ചിത്രീകരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം പക്ഷേ ടോൾ ഫീസ് അനുവദനീയമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ട് അത് തുടരാനുള്ള സാധ്യതകൾ ഇറാൻ തേടുന്നത്. അപ്പോൾ ഇറാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ എന്താണോ സാഹചര്യം, ഈ സമാധാന ഉടമ്പടി ഒപ്പിട്ടതിന് ശേഷം എന്താണോ ഹോർമുസിലെ സാഹചര്യം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് എന്താണോ ഹോർമുസിലെ സാഹചര്യം, അതിലേക്ക് തിരിച്ചു പോകണം എന്നതാണ് അമേരിക്കയുടെ നിലപാട്. ഈ കരാറിന്റെ അടിസ്ഥാനവും അതുതന്നെയാണ്. പക്ഷേ ഇറാൻ അതിന് തയ്യാറല്ല. അവിടെയാണ് മാർക്കോ റൂബിയോയുടെ സന്ദേശം പ്രധാനപ്പെട്ടതാകുന്നത്. ബഹ്റൈനിലെ സന്ദർശനത്തിനിടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഹോർമുസ് കടലിടുക്കിലെ ഫീസ് സംബന്ധിച്ച വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അതിനെ ടോൾ എന്ന് വിളിച്ചാലും ഫീസ് എന്ന് വിളിച്ചാലും അത് വാക്കുകളുടെ വ്യത്യാസം മാത്രമാണ്. അതിനാൽ ടോളെന്നോ സേവന ഫീസെന്നോ വിളിക്കുന്നതിലൂടെ കാര്യത്തിന്റെ ഗൗരവം മാറുന്നില്ല. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴി കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പലുകളിൽ പുതിയ സാമ്പത്തിക ബാധ്യതകൾ ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കില്ല എന്നതാണ് മാർക്കോ റൂബിയോ സംശയത്തിനിട നൽകാതെ പറയുന്നത്. ഇത് ഇറാന്റെ നിലപാടിന് നേരിട്ടുള്ള മറുപടിയായാണ് കണക്കാക്കപ്പെടുന്നത്. പേരുമാറ്റം കൊണ്ട് മാത്രം അതിന്റെ സ്വഭാവം മാറില്ല. പണം ഈടാക്കുന്നത് അമേരിക്ക ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മാത്രമല്ല, ആണവ വിഷയത്തിലുമുണ്ട് ഏറ്റുമുട്ടൽ. ഇപ്പോൾ IAEA പ്രതിനിധികൾ ഇറാൻ സന്ദർശിക്കാനുള്ള യാതൊരു പദ്ധതിയുമില്ല എന്നതാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ 60 ദിവസത്തെ സമയമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുന്നിലുള്ളത്. പക്ഷേ ഇറാൻ പറയുന്നു ഇപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയില്ല. റൂബിയോയുടെ രണ്ടാമത്തെ സന്ദേശം ഇറാന്റെ ഈ നിലപാടിനുള്ളതാണ്. ഈ ആണവ വിഷയത്തെക്കുറിച്ച് റൂബിയോ പറയുന്നത് ആണവ കരാറിന്റെ ഭാഗമായി സ്ഥിരീകരിക്കാനാകുന്ന നടപടികൾ വേണം എന്നതാണ് അമേരിക്കയുടെ നിലപാട്. അത്തരം സ്ഥിരീകരണം നൽകാൻ കഴിയുന്ന ഏക സ്ഥാപനം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ആ ഏജൻസിയുടെ പരിശോധന നടന്നേ പറ്റുകയുള്ളൂ എന്നതാണ് മാർക്കോ റൂബിയോ ഇതിൽ പറയുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ ഫീസ് വിഷയവും ആണവ പരിശോധനാ വിഷയവും വരാനിരിക്കുന്ന ദിവസങ്ങളിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ IRGCയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്ക് ഒരു രാജ്യത്തിന്റെ കപ്പലുകളും കടക്കാൻ ശ്രമിക്കരുത് എന്നതാണ് IRGC നൽകുന്ന മുന്നറിയിപ്പ്. ലംഘിച്ചാൽ നടപടി എന്നതാണ് ഭീഷണി. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഊർജ്ജ കയറ്റുമതിക്ക് അത്യന്തം നിർണായകമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴി ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ സഞ്ചരിക്കരുത് എന്നതാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കപ്പലുകൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നതാണ് IRGCയുടെ മുന്നറിയിപ്പ്. അതൊരു പ്രസ്താവനയിലൂടെയാണ് IRGC വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഏക പാത ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പ്രഖ്യാപിച്ച പാതയാണ്. അനുമതിയില്ലാതെ കടലിടുക്ക് കടക്കുന്നത് സ്വീകാര്യമല്ലാത്തതും അതീവ അപകടകരമായ ഒരു കാര്യവുമാണ് എന്നതാണ് IRGC മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം
പുതിയ ഒരു കപ്പൽ പാതയെ ചൊല്ലിയുള്ള തർക്കം എന്നതിലേക്ക് കൂടി IRGC വിരൽ ചൂണ്ടുന്നുണ്ട്. പക്ഷേ അത് എന്താണ് എന്നത് അവർ വ്യക്തമാക്കുന്നില്ല. ചിലർ പ്രഖ്യാപിച്ച പുതിയ കപ്പൽ പാതയെയും IRGC വിമർശിക്കുകയാണ്. അവർ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയില്ല എങ്കിലും ഇത് ഒമാനും അന്താരാഷ്ട്ര സമുദ്ര സംഘടനയും ചേർന്ന് പ്രഖ്യാപിച്ച പുതിയ സുരക്ഷിത പാതയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിനെതിരെയും ഭീഷണി ഉയർത്തുകയാണ്. എന്താണ് ഈ IRGC പരാമർശിച്ച ഈ പുതിയ കപ്പൽ പാത എന്നതുകൂടി നോക്കാം. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി സഹകരിച്ചാണ് ഒമാൻ ഈ സംവിധാനം നടപ്പിലാക്കുന്നത്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ഈ നീക്കം എന്നതാണ് ഒമാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാജ്യാന്തര നിയമങ്ങളും സമുദ്ര നിയമ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും യാതൊരു ടോൾ ചാർജും ഏർപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ട ധാരണകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഒമാൻ അധികൃതർ അറിയിക്കുന്നത്. പുതിയ സമുദ്ര ഇടനാഴി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾക്ക് IMOയും ഒമാൻ അധികൃതരും പ്രഖ്യാപിക്കുന്ന പ്രത്യേക കോർഡിനേറ്റുകൾ പാലിക്കേണ്ടതുണ്ട്. കൂടാതെ സുരക്ഷിതവും ക്രമബദ്ധവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായി കപ്പലുകൾ നേരിട്ട് IMOയുമായി മുൻകൂട്ടി ഏകോപനം നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനും സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയായാണ് ഈ നീക്കത്തെ ഒമാൻ വിലയിരുത്തുന്നത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഈ നീക്കത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. ഹോർമുസ് കടലിലൂടെ കപ്പലുകളുടെ സുരക്ഷിത യാത്രയ്ക്കായി പുതിയ പാത പ്രഖ്യാപിച്ച ഒമാന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം അറിയിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം പുതിയ പാതയെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലെ IRGCയുടെ നിയന്ത്രണത്തെ ഭാഗികമായി മറികടക്കാൻ ഉള്ളതാണ് എന്നതാണ് കരുതുന്നത്. അപ്പോൾ ഇറാൻ ഒരു വലിയ ഭീഷണിയാണ് ഈ യുദ്ധസമയത്ത് അവിടെ ഉയർത്തിയിരുന്നത്. 100-ലധികം ദിവസം ഹോർമുസ് അടഞ്ഞു കിടന്നതോടെ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിട്ടു. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നത് എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് ഈ ബദൽ പദ്ധതിയുമായി ഒമാൻ രംഗത്ത് വരുന്നത്. അവിടെ ഇറാന് വലിയ ആശങ്കകളും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇറാൻ നിലപാട് കടുപ്പിക്കുന്നത്. ഈ സമാധാന പ്രക്രിയയുടെ ഭാഗമായ ഹോർമുസിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ളൊരു ഫീസ് ഈടാക്കിയേ മതിയാകൂ എന്നതാണ് ഇറാൻ കടുപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇറാൻ ഭരണകൂടത്തിന് കനത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത്. സ്വിറ്റ്സർലൻഡിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പുതിയ താൽക്കാലിക സമാധാന കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കാൻ ഇറാൻ മുതിരരുത് എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. അങ്ങനെ മുതിരുകയാണെങ്കിൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള ഏത് കടുത്ത തീരുമാനങ്ങളിലേക്കും കടക്കാൻ തനിക്ക് മടിയില്ല എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന്റെ പക്കൽ ഒരു കാരണവശാലും ആണവായുധങ്ങൾ എത്തിച്ചേരില്ലെന്ന് ഉറപ്പാക്കുകയാണ് തന്റെ ഭരണകൂടത്തിന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഒപ്പം ഹോർമുസിൽ എന്താണോ പഴയ സ്ഥിതി അതിലേക്ക് തിരിച്ചു പോകണമെന്നതുമാണ് ട്രംപ് സൂചിപ്പിച്ചത്. ട്രംപ് ഈ ഭീഷണി ഉയർത്തിയതിന് പിന്നാലെ തന്നെ ശക്തമായ പ്രതികരണവുമായി ഇറാനും രംഗത്തു വന്നു. ട്രംപ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും US-ന്റെ ഏതൊരു ആക്രമണത്തിനും മറുപടി നൽകാൻ ഇറാൻ തയ്യാറാണെന്നും മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് സമാധാന കരാറിൽ താൽക്കാലിക കരാറിൽ ഒപ്പിട്ടു എങ്കിലും ഇരു രാഷ്ട്രങ്ങളും വെല്ലുവിളികൾ തുടരുകയാണ്. അവരുടെ അവകാശവാദങ്ങൾ തുടരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഹോർമുസിൽ നിയന്ത്രണവും സേവന ഫീസും വേണമെന്നതാണ് ഇറാന്റെ ലക്ഷ്യം. എന്നാൽ ഹോർമുസ് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. ടോൾ ഫീസ് പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഇവിടെ അംഗീകരിക്കാനാകില്ല എന്ന് അമേരിക്കയും നിലപാടെടുക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ ഒരു രാഷ്ട്രങ്ങളും ഈ നിയന്ത്രണം ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയമാണ് അടുത്ത ആഴ്ചകളിൽ അമേരിക്ക ഇറാൻ ചർച്ചകളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആശ്വാസം എത്ര ദിവസം ഉണ്ടാകുമെന്നത് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തായാലും ചർച്ചകൾ സുഗമമായി മുന്നോട്ട് പോകട്ടെ, ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.